അസ്സലാമു അലൈക്കും. അങ്ങനെ ഉമ്മയും മൂസിനയും സംസാരിച്ചിരിക്കുകയാണ്. കുറേ നേരത്തിന് ശേഷം അതാ അനസിൻ്റെ വണ്ടിയുടെ ശബ്ദം. ആ മോളെ, അവൻ വന്നെന്ന് തോന്നുന്നു. നീ ഭക്ഷണം എടുത്ത് വെക്ക്, അവന് ഭക്ഷണം വിളമ്പി കൊടുക്കാമല്ലോ. അനസത ആരെയും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് ഓടിക്കയറി പോകുന്നു. ഇക്ക, ഭക്ഷണം കഴിക്കണ്ടേ? വരൂ. ആ പിന്നെ, ഞാൻ ചെറിയൊരു തിരക്കിലാണ്. ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാ. ചെറിയൊരു പാർട്ടി. ഇപ്പോൾ വേണ്ട കേട്ടോ ഭക്ഷണം. മോനെ, ഭക്ഷണം കഴിച്ചിട്ട് പോടാ. ഇത്ര സമയമായില്ലേ? എന്നെ കാത്തിരിക്കുകയാണ് ഇവിടെ മൂസിന. ഒന്നുമില്ലെങ്കിലും നീ അതെങ്കിലും ഓർക്ക്. ഉമ്മ, ചെറിയൊരു ഫങ്ഷനുണ്ട്, ഞാനത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരാം. ആ, നീ പോയിക്കോ. അല്ലെങ്കിലും നിനക്ക് നിൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ വലുത്. മഹർ കെട്ടി കൊണ്ടുവന്ന പെണ്ണല്ലല്ലോ നിനക്ക് വലുത്. ഒന്നില്ലെങ്കിലും അവൾ നിന്നെ കാത്തിരിക്കുന്നില്ലേ, അതെങ്കിലും ഒന്ന് ഓർത്തൂടെ? ഓ എൻ്റെ ഉമ്മ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പാർട്ടിയാണ്, അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ വരാം. ആ, അത് തന്നെ ഞാൻ പറഞ്ഞത്. നീ പൊയ്ക്കോ. ഇതില്ലാതാവുമ്പോൾ നീ പഠിച്ചോളും കേട്ടോ. ഒന്നും മിണ്ടാതെ അനസ് വേഗം വണ്ടി കയറിപ്പോയി. കണ്ടില്ലേ ഉമ്മ, ഇതാണ് ഇക്കയുടെ അവസ്ഥ. ഉമ്മ പറയും, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ എന്താണ് ഉമ്മ അർത്ഥമുള്ളത്? ഉമ്മക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സാരല്ല മോളെ, നീ ക്ഷമിക്ക്. നമ്മളൊക്കെ കഴിയുന്ന പോലെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലേ? അവന് മനസ്സിലാകുന്നില്ല എന്ത് പറഞ്ഞിട്ടും. അവൻ്റെ കയ്യിലെ പൈസ കണ്ടിട്ടാണ് അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് മുഴുവനും. അതൊന്നും അവന് മനസ്സിലാവില്ല. പൈസ കഴിയുന്ന നേരത്ത് എല്ലാവരും വിട്ട് പോകുമ്പോൾ മനസ്സിലായിക്കോളും. അല്ലാതെ ഞാൻ എന്താണ് പറയുക? അവനക്ക് ദൂർത്തടിച്ച് നടക്കാൻ അവൻ്റെ വാപ്പ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ. അതാണ് അവൻ്റെ ബലം. എന്താന്ന് വെച്ചാൽ കാട്ടട്ടെ. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. നീ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അവനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അവന് ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാണാവോ വരുന്നത്. 2 മണി 3 മണി അറിയില്ല. വാ, നമുക്ക് ഭക്ഷണം കഴിച്ച് കിടക്കാം. അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചവർ അപ്പോൾ മൂസിന ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ. ഇനിയിപ്പോൾ ഇക്കാനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരുപാട് സമയമായില്ലേ. അതാ നല്ലത് മോളെ. ഇനിയിപ്പോൾ ഓൻ എപ്പോഴാണ് വരാമെന്ന് വെച്ചിട്ടാ. ഓന് ഇനി സുബഹിയൊക്കെ ആവാൻ മതിയാവും ചിലപ്പം വരാൻ. അങ്ങനെയൊക്കെയല്ലേ പതിവ്. എന്നാൽ മോള് പോയി കിടന്നോ. അല്ല, നീ ഇനി ഒറ്റയ്ക്ക് മുകളിൽ പോയി കിടക്കണ്ടേ? അത് വേണ്ട മോളെ, ഉമ്മാൻ്റെ കൂടെ കിടന്നോ. ഓൻ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുത്തിട്ട് മുകളിലേക്ക് പോകാം. ആ, എന്നാൽ അങ്ങനെ ചെയ്യും ഉമ്മ. ഉമ്മ, എനിക്കൊരു പായ തന്നാൽ മതി, ഞാനിവിടെ താഴെ കിടന്നോളാം. അതെന്താ മോളെ, നീ എൻ്റെ കൂടെ ബെഡിൽ കിടക്ക്, താഴെ കിടക്കണ്ട. താഴെ കിടന്നാൽ വല്ല ബുദ്ധിമുട്ടും വരും. ഏയ് ഇല്ലമ്മ, എനിക്ക് ഇതാണ് ഇഷ്ടം, താഴെ കിടക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ മരിച്ചു പോയാലും ഇതേപോലെ തന്നെയല്ലേ കിടക്കാനുള്ളത്. താഴെ തന്നെയല്ലേ നമ്മൾ കിടക്കുന്നത്. ആ, അത് നല്ലതാണ് മോളെ. താഴ്മയോടെയുള്ള ചിന്ത നമുക്ക് എപ്പോഴും നല്ലതാണ്. എന്നാലും എൻ്റെ കുട്ടി താഴെ കിടക്കാതെ ബെഡിൽ ഉമ്മൻ്റെ കൂടെ വന്ന് കിടക്ക്. വേണ്ടമ്മ, ഉമ്മ കിടന്നോളൂ. ഉമ്മ, നിങ്ങൾ ഉറങ്ങിക്കോളിട്ടോ. ഇക്ക വരുമ്പോൾ ഞാൻ വാതിൽ തുറന്ന് കൊടുത്തോളാം. നിങ്ങൾക്ക് പ്രഷറും ഷുഗറും എല്ലാ അസുഖങ്ങളും ഉള്ളതല്ലേ. വെറുതെ ഉറക്കമൊഴിച്ചിട്ട് ഇനി വേറെ വല്ല സൂക്കേടും വരുത്തി വെക്കണ്ട. ഞാൻ എന്തായാലും ഇക്ക വരുന്നത് നോക്കിയിരുന്നോളാം. ആ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ മോളെ. അങ്ങനെ അവർ ഉറങ്ങാൻ വേണ്ടി കിടന്നു. പക്ഷേ മൂസിനക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വേദനകളും അവൾ കണ്ണിൽ കണ്ടുകൊണ്ടേയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കണ്ണിൽ ഉറക്കമേ വരാതെയായി. അവൾ പല തവണ എണീറ്റ് നോക്കി, കാതോർത്തിരുന്നു ഇക്കയുടെ വണ്ടിയുടെ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ, ഇക്ക വരുന്നുണ്ടോ എന്ന്. പക്ഷേ ഇക്കയുടെ ഒരു വിവരവും തന്നെ ഇല്ല. ഇന്നും ഞാൻ വളരെ അധികം പ്രതീക്ഷിച്ചിരുന്നു ഇക്കയുടെ. പക്ഷേ ഇക്ക ഇന്നും എൻ്റെ അടുത്തേക്ക് വരുന്നതേയില്ല. റബ്ബേ, എൻ്റെ ജീവിതം എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ പോയാലോ? പക്ഷേ അപ്പോഴേക്കും പല പല ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും. അതൊട്ടും എനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു വലിയൊരു ആഗ്രഹമാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക എന്നത്. അത് നടക്കുമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് റബ്ബേ ഈ വീട്ടിലേക്ക് എന്നെ കല്യാണം കഴിച്ച് തന്നത്? ഒരു ദീനുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആ ദീനുള്ളൊരു പുരുഷനാവുമായിരുന്നു. താൻ മഹർ കെട്ടി കൊണ്ടുവന്ന പെണ്ണിനെ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്, അവൾക്ക് ഞാൻ എന്തെല്ലാമൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, വാങ്ങിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ
ദീൻ പഠിച്ച ഒരാൾക്ക് അതൊക്കെ അറിയുമായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയത് ദീൻ എന്തെന്ന് പോലും അറിയാത്ത ഒരാളെയാണല്ലോ റബ്ബേ. എനിക്ക് തന്നെ ഈ വിധി വന്നല്ലോ. ഒരു പെൺകുട്ടികൾക്കും എൻ്റെ ഈ വിധി കൊടുക്കരുത് റബ്ബേ. ലോകത്തിൽ എത്രയോ കുട്ടികൾ കല്യാണം കഴിച്ചു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അവർ ഗർഭം ധരിക്കുന്നു, നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകുന്നു. മാഷാ അല്ലാ. അതിനുള്ള യോഗങ്ങളൊന്നും എനിക്കില്ല റബ്ബേ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സാധാരണ ഒരു പെൺകുട്ടിയാണ് റബ്ബേ. അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു സാധുവായ കുട്ടിയാണ് ഞാൻ. മൂസിന അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അല്ലാ. എനിക്കിപ്പോഴും എൻ്റെ ഇക്കയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തിരിച്ച് അതില്ല. ഇങ്ങനെയൊക്കെ അവളെ ക്രൂരത കാണിച്ചിട്ടും അനസിനോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയാതെ മൂസിനക്ക് ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. അവൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എൻ്റെ ഇക്കയുടെ സ്വഭാവം നീ ഒന്ന് നന്നാക്കി തരണേ. ഇത്രയ്ക്ക് വേദനയുണ്ടായിട്ടും അവളുടെ ഏക ഒരു പ്രാർത്ഥന അതാണ്, തൻ്റെ ഭർത്താവിന് വേണ്ടി. അനസിൻ്റെ സ്വഭാവം ദിനം പ്രതി മോശമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ശരിയാവും എന്ന് കരുതി അവൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുകയാണ്. ഇന്ന് എന്നോട് ഇക്ക നല്ല രീതിയിൽ പെരുമാറും, നാളെ എന്നോട് പെരുമാറും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുകയാണ് മൂസിന ആ വീട്ടിൽ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. ഒരു മാറ്റവും അനസിന് സംഭവിച്ചിട്ടില്ല. അല്ല, ഞാൻ ഇനി എത്ര നാളാണ് ഇങ്ങനെ ഇവിടെ നിൽക്കുക? ഓരോ ആളുകളോട് കളവ് പറഞ്ഞ് എത്ര നാളിങ്ങനെ ഞാനിവിടെ പിടിച്ചു നിൽക്കും? എൻ്റെ പ്രയാസങ്ങൾ ആരോടും പറയാൻ പറ്റില്ലല്ലോ. സാധാരണ എല്ലാ വീടുകളിലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അല്ല വിശേഷങ്ങളൊന്നും ആയില്ലേ? ഭർത്താവ് ഗൾഫിലാണോ? ഇത്രയായിട്ടും എന്താ ഒരു വിശേഷവും ആവാത്തത്? ഇതെല്ലാം സാധാരണ എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ അനസ് എന്നും പതിവ് പോലെ നേരം വൈകി വരും. അപ്പോഴേക്കും മൂസിന ഉറങ്ങിപ്പോകും. അതാണ് ഇവിടെ ദിവസവും നടക്കുന്നത്. പല ദിവസങ്ങളും ഉമ്മയുടെ കൂടെയാണ് മൂസിന ഉറങ്ങുന്നത്. ഒരു ചിട്ടയില്ലാത്ത ജീവിത രീതിയിലൂടെയാണ് മൂസിന കടന്നു പോകുന്നത്. അനസിനെ കാണുമ്പോൾ ഉമ്മ ചോദിക്കും, എൻ്റെ മോനെ, നിനക്കൊന്ന് നേരത്തെ വന്നുകൂടെ? ഒന്നില്ലെങ്കിൽ നിൻ്റെ കൂടെ ഒരു പെണ്ണില്ലടാ. ആ ഉമ്മക്കത് പറഞ്ഞാൽ മതി. എനിക്കെന്നും എൻ്റെ ഫ്രണ്ട്സേ ഉണ്ടാവുകയുള്ളൂ, വേറെ ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല. അവരെ ഒഴിവാക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പരിപാടിയുമില്ല. പിറ്റേ ദിവസം രാവിലെ ചായ കുടിക്കാൻ വന്ന അനസിനോട് ഉമ്മ, അല്ല അനസേ, എന്താ നിൻ്റെ വിചാരം? ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ ഒന്ന് പരിഗണിച്ചൂടെ നിനക്ക്? അവളൊരു പെണ്ണാണ്. അതെനിക്കറിയാലോ അവളൊരു പെണ്ണാണെന്ന്. ഒന്ന് നേരത്തെയൊക്കെ ഒന്ന് വന്ന് അവളുടെ കൂടെയൊക്കെ ഒന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ ഒന്ന് പറഞ്ഞ് എനിക്ക് ഇരുന്നൂടെ മോനെ? എന്താ ഉമ്മ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെന്താ ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നത്? എൻ്റെ ബിസിനസ് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണ്ടേ എനിക്ക്? അതെ, നീ പറയുന്നത് മുഴുവനും ഞാൻ അങ്ങ് വിശ്വസിക്കാം. രാത്രി കാലങ്ങളിൽ ഏറി വന്നാൽ 8 മണി വരെ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടാവുള്ളൂ. ബാക്കി സമയം ചീത്ത കെട്ടുകളിൽ പോയി നിൽക്കും അല്ലേ? അതല്ലേ നിൻ്റെ ഹോബി? ഓരോ ദിവസം കഴിയും തോറും നേരം വൈകിയാണല്ലോ നീ വരുന്നത്. എൻ്റെ പൊന്നുമ്മ, ഞാൻ മൂസിനയോട് എന്നെ കാത്തിരിക്കാനൊന്നും പറയലില്ല. ഒരു ഭാര്യയായി കാത്തിരിക്കണ്ടെന്ന് ഞാൻ അവളോട് പലവട്ടം പറഞ്ഞതാണ്. പിന്നെ ഉമ്മ മൂസിനയോടൊന്ന് ചോദിക്ക്, അവൾക്ക് വീട്ടിലേക്ക് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്ന്. എന്താടാ നീ ഈ പറയുന്നത്? നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്ന പെണ്ണിനോടാണ് നീ ഈ പറയുന്നത്. എന്നെ പ്രതീക്ഷിച്ച് ഇവിടെ ആരും കാത്തിരിക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ ഉമ്മ. അല്ല മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് മൂസിനയോട് ഒരു താല്പര്യവുമില്ലേ? അതുകൊണ്ടല്ലേ നീ വീട്ടിലേക്ക് അധിക ദിവസങ്ങളിലും നേരം വൈകി വരുന്നത്? നിനക്ക് വേറെ ഏതൊക്കെയോ പെണ്ണുങ്ങളായിട്ടാണ് നിനക്ക് കൂട്ടുകയെന്ന് എനിക്കറിയാം. അല്ല, ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിലും ഇപ്പം എന്താ പ്രശ്നം? ജീവിതകാലം മുഴുവനും ഒരു പെണ്ണിനെ തന്നെ കെട്ടി അവളുടെ കൂടെ ജീവിക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോൾ ഞാൻ വേറെ പെണ്ണിനെ കൊണ്ടുവരും, അതെൻ്റെ ഇഷ്ടമാണ്. അത് കേട്ട് മൂസിന അടുക്കളയിൽ നിന്ന് വരുന്നു. ഇക്ക, ചായ കുടിച്ചോളിട്ടോ, അവിടെ എല്ലാ കാര്യങ്ങളും ഇല്ലേ? ഇനി ഒന്നും വേണ്ടല്ലോ. അനസ് ഒന്നും മിണ്ടിയില്ല. ആകെ ദേഷ്യത്തോടെ അനസ്
എത്ര വട്ടം അവഗണിച്ചാലും ഈ പെണ്ണെന്താ പിന്നെയും പിന്നെയും ഇക്ക ഇക്ക എന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഒരു മറുപടിയും കിട്ടാതായപ്പോൾ മൂസിന അടുക്കളയിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നെപ്പറ്റി എന്തോ ആണ് ഇക്കയും ഉമ്മയും പറയുന്നത്, അതെനിക്ക് മനസ്സിലായി. ഞാൻ എന്താണ് റബ്ബേ ചെയ്യുക? ഈ വീട്ടിലൊരു വേലക്കാരിയാണ് ഞാൻ. അങ്ങനെ അനസ് ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. അപ്പോൾ ഉമ്മ, മോനെ നിനക്കെന്താണടാ ആ കുട്ടീനോട് ഇത്ര വെറുപ്പ്? ഒട്ടും സ്നേഹമില്ലാത്തതെന്താ? ഇതിനിടയിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങളൊക്കെ ഞാൻ നിൻ്റെ അടുത്തുനിന്ന് കണ്ടിരുന്നു. പക്ഷെ വീണ്ടും പഴയതുപോലെ ആയി. എനിക്കതൊന്നും അറിയില്ലമ്മ. ഓളോളെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഇവിടെ നിന്ന് കഷ്ടപ്പെടണ്ട. ഈ വീട്ടുജോലികളെല്ലാം എടുക്കാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിരിക്കണം മൂസിനോട് വീട്ടിലത്തെ പണികളൊക്കെ എടുക്കാൻ. ഓള് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അതാണ് നല്ലത്. അനസേ, നീ പടച്ചോനെ മറന്നൊന്നും പറയരുത്. നിൻ്റെ ഒരു പുഞ്ചിരി പോലും അവളെ എത്ര സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയോ? ഉമ്മ, ഞാൻ പോവുകയാണ്. എനിക്ക് ഇനി ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനാണ്. ഞാൻ പോവാം. അനസ് ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ ഉമ്മക്ക് ശരിക്കും ബോധ്യമായി, ഇവർ തമ്മിൽ ഒരു തരത്തിലുമുള്ള സ്നേഹം ഇനി ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷയും എനിക്കില്ല റബ്ബേ. അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ് മൂസിന. പാവം കുട്ടി. ഇതൊന്നും അവൾ അറിയുന്നില്ലല്ലോ, അവനീ പറയുന്ന കാര്യങ്ങളൊന്നും. എന്തൊരു ദുഷ്ടനാണ് എൻ്റെ മോൻ. ഇത്രയും സ്വഭാവമുള്ള, ഇത്രയും ദീനി ബോധമുള്ളൊരു കുട്ടിയെ ആർക്കാണ് കിട്ടുക? പഠിച്ചോനെ, അത് മനസ്സിലാക്കാനുള്ളൊരു നേര് ബുദ്ധി പോലും എൻ്റെ മോൻക്ക് ഈ കൊടുത്തിട്ടില്ലേ റബ്ബേ. തനിക്ക് കിട്ടിയ മാലാഖയെ പോലെയുള്ളൊരു കുട്ടിയെ അവനെന്താ കാണാതെ പോകുന്നത്? അരമണിക്കൂർ പോലും ആകുന്നില്ല അനസ് പോയിട്ട്. അവൻ തിരിച്ചു അതേപോലെ വന്നു. എന്താടാ തിരിച്ചു വന്നത്? എന്തെങ്കിലും മറന്നോ എടുക്കാൻ? എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എൻ്റെ മോൻ എന്നോട് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. പിന്നെ ഞാൻ ആരെടുത്താണ് ഇതൊക്കെ പോയി പറയേണ്ടത്? നിങ്ങളോടല്ലാതെ. നിങ്ങളാണല്ലോ ഇത് എൻ്റെ തലയിൽ വെച്ച് തന്നത്. അപ്പോൾ നിങ്ങളോട് തന്നെ ഞാനിത് പറയണം. പിന്നെ ഉമ്മ, നിങ്ങൾ മൂസിനോട് പറയണം അവളോട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. അവളെ ഉപ്പയും ഉമ്മയും വിളിച്ചു വരുത്തി തിരിച്ചു പോകാൻ അവളോട് നിങ്ങൾ പറയണം. ഇത് കേൾക്കുമ്പോൾ മൂസിനയുടെ പ്രതികരണം എന്തായിരിക്കും? കാത്തിരിക്കൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബാക്കി നമുക്ക് നാളെ പറയാം. അസ്സലാമു അലൈക്കും.